അമേരിക്കയിൽ വിർജീനിയയിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ ജസ്റ്റിൻ ഫെയർഫാക്സ് ഭാര്യയെ കൊന്ന ശേഷം ജീവനൊടുക്കി. വീടിന്റെ താഴത്തെ നിലയിൽ വെച്ച് ഭാര്യയെ വെടിവെച്ച് കൊന്ന ശേഷം കിടപ്പുമുറിയിലെത്തി സ്വയം വെടിയുതിർക്കുകയായിരുന്നു. വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ദാരുണമായ സംഭവത്തിന് കാരണമായതെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അവസാനിക്കാൻ ആഴ്ചകൾ മാത്രമുള്ളപ്പോഴാണ് കൊലപാതകം. വ്യാഴാഴ്ച പുലർച്ചെ വാഷിംഗ്ടൺ ഡിസിയിലെ അനൻഡേലിലെ പ്രാന്തപ്രദേശത്തുള്ള വീട്ടിലാണ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായിരുന്ന 47-കാരൻ ജസ്റ്റിൻ ഫെയർഫാക്സിനെയും ഭാര്യ ഡോക്ടർ സെറീന ഫെയർഫാക്സിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജസ്റ്റിൻ ഫെയർഫാക്സിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ദന്തൽ ഡോക്ടർ കൂടിയായ സെറീന വിവാഹമോചനത്തിന് അപേക്ഷിച്ചിരുന്നു. ഇതിൽ ജസ്റ്റിൻ കടുത്ത നിരാശയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. Former Lieutenant Governor Justin Fairfax shot and killed his wife inside of their home and then shot and killed himself. That this has been an ongoing domestic dispute surrounding what seems to be a complicated or ബേസ്മെന്റിൽ വെച്ച് ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ജസ്റ്റിൻ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിൽ പോയി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വെടിവെച്ച് കേട്ട ഇവരുടെ മകൻ എമർജൻസി നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ബിരുദ വിദ്യാർത്ഥികളായിരിക്കെ പ്രണയത്തിലായ ഇരുവരും 2006-ലാണ് വിവാഹിതരായത്. എന്നാൽ പിന്നീട് മാനസികമായി ഇരുവരും അകന്നു. 2017-ലാണ് ജസ്റ്റിൻ ഫെയർഫാക്സ് വിർജീനിയ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്ക് വിജയിക്കുന്നത്. പാർട്ടിയിലെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നത് ഫെയർഫാക്സ് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് 2 സ്ത്രീകൾ രംഗത്തെത്തിയതോടെയാണ്. ഇതിനിടെ സെറീന ഭർത്താവ് കടുത്ത മദ്യപാനിയാണെന്നും വിവാഹമോചനം വേണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. ജസ്റ്റിനും കൗമാരക്കാരായ 2 മക്കൾക്കൊപ്പം തന്നെയായിരുന്നു സെറീന താമസിച്ചിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.